ഗാസയും ലബനോനും ഒതുക്കിയ ഇസ്രായേലിന്റെ കൊടുങ്കാറ്റിനി സിറിയയിലേക്ക്. സിറിയയിൽ തീവ്രവാദികൾ ഭരണം കൈയടക്കിയപ്പോൾ സിറിയക്കെതിരെ തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ. മലയാളികൾ ഏറെ മതം മാറി ആടിനെ മേയ്ക്കാൻ പോയ സിറിയ ഇപ്പോൾ വൻ പ്രതിസന്ധിയിലാണ്. സിറിയയിൽ വൻ മുന്നറിയിപ്പുമായി ഇന്ത്യയും രംഗത്ത്. സിറിയയിൽ പോരാട്ടം കനക്കുമെന്നും എല്ലാ ഇന്ത്യക്കാരും ഉടൻ സിറിയ വിടണമെന്നും ഇന്ത്യൻ മുന്നറിയിപ്പ് ഇറങ്ങിയിരിക്കുന്നു. സിറിയയിൽ നിന്നും ഉടൻ മാറാനാണ് അടിയന്തര നിർദ്ദേശം. രക്ഷപ്പെടാൻ കഴിയാതെ വരുന്ന ഇന്ത്യക്കാർ അതീവ സുരക്ഷിതം എന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ ഉടൻ അഭയം തേടണം. പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. സിറിയയിലെ യാത്രകൾ ഭാരതീയർ ഒഴിവാക്കണം. അവിടെയുള്ള ഇന്ത്യക്കാരും യാത്രകൾ ഒഴിവാക്കണം. ലോകത്തെ അമ്പരപ്പിച്ച് നടത്തുന്ന ഇസ്രായേൽ നീക്കവുമായി ബന്ധപ്പെട്ട യുദ്ധവിദഗ്ധർമാർക്ക് പോലും വിസ്മയകരമായ അതിശയം. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പോലും ചെയ്യാൻ കഴിയാത്ത വിധമാണ് തീവ്രവാദത്തിനെതിരായ ഇസ്രായേൽ പോരാട്ടം. പലസ്തീനെ യുദ്ധത്തിൽ തകർത്ത് കൂടാര നഗരമാക്കി മാറ്റി. തുടർന്ന് ലബനോന്റെ തലസ്ഥാനം തവിടുപൊടിയാക്കി. യമനിലെ ഹൂതികളുടെ തുറമുഖം തകർത്ത് തീയിട്ട് ചാമ്പലാക്കി. ഇറാനിൽ 2 വട്ടം ആക്രമണം നടത്തി. ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യം സിറിയ എന്ന ഇസ്ലാമിക രാജ്യമാണ്. സിറിയയ്ക്ക് നേരെ നീക്കം ഇസ്രായേൽ നടത്തുമ്പോൾ ഇറാൻ പരമാവധി ആയുധങ്ങളും മിസൈലുകളും സ്ഫോടക വസ്തുക്കളും സിറിയയിലേക്ക് എത്തിക്കുകയാണ്. സിറിയയെ ഇറാന്റെ ആയുധശാലയാക്കി മാറ്റുകയാണിപ്പോൾ. കപ്പലുകളും ഇറാൻ കാർഗോ വിമാനങ്ങളും സിറിയയിലേക്ക് ദ്രുതഗതിയിൽ വന്നു പോകുന്നു. അതിനാൽ തന്നെ ഗാസയെക്കാളും ലബനനേക്കാളും സിറിയയിൽ ഇസ്രായേലിന്റെ നീക്കം എളുപ്പമാകില്ല എന്നും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇസ്രായേലിനെ കാത്ത് സിറിയയിലെന്നും വിലയിരുത്തൽ. സിറിയയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി വിശേഷത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലരായ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിറിയയിലേക്കുള്ള എല്ലാ യാത്രകളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഇന്ത്യ ആവർത്തിച്ച് അറിയിച്ചു. അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ ഐഡിയും വിദേശകാര്യ വകുപ്പ് ഇറക്കി. നിലവിൽ സിറിയയിലുള്ള എല്ലാ ഇന്ത്യക്കാരോടും ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താൻ വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയുടെ അടിയന്തര വിജ്ഞാപനത്തിൽ സിറിയയിൽ കഴിയുന്നവർ ലഭ്യമായ ഏറ്റവും നേരത്തെയുള്ള വിമാനങ്ങൾ കയറി രക്ഷപ്പെടണം. യാത്രാ വിമാനങ്ങൾ കാത്തു നിൽക്കരുത്. വാണിജ്യ വിമാനം ലഭിച്ചാൽ പോലും അതിലുടൻ കയറി സിറിയയിൽ നിന്നും രക്ഷപ്പെടണമെന്നും ഇന്ത്യ അറിയിക്കുന്നു. സാധിക്കാത്തവർക്കായി അവരുടെ സുരക്ഷയെക്കുറിച്ച് പരമാവധി മുൻകരുതൽ നിരീക്ഷിക്കാനും അവരുടെ ചലനങ്ങൾ പരമാവധി പരിമിതപ്പെടുത്താനും അവരോട് ആവശ്യപ്പെട്ടു. ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിക്ക് വേണ്ടിയാണ് എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ പങ്കിട്ടത്. ഇത് 963993385973 ആണ്. ഈ നമ്പർ വാട്സ്ആപ്പിൽ വായിച്ച സ്റ്റേറ്റ്മെന്റിലും ഒരു എമർജൻസി ഇമെയിൽ ഐഡിയും ചേർത്ത് ഉപയോഗിക്കാം. അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിൽ ഐഡിയും പങ്കിട്ട പ്രസ്താവനയിൽ നിലവിൽ സിറിയയിലുള്ള എല്ലാ ഇന്ത്യക്കാരോടും ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താൻ വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയുടെ അടിയന്തര വിജ്ഞാപനത്തിൽ കഴിയുന്നവർ ലഭ്യമായ ഏറ്റവും നേരത്തെയുള്ള വാണിജ്യ വിമാനങ്ങൾ വഴി സിറിയ വിടാൻ നിർദ്ദേശിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. സാധിക്കാത്തവർക്കായി അവരുടെ സുരക്ഷയെക്കുറിച്ച് പരമാവധി മുൻകരുതൽ നിരീക്ഷിക്കാനും അവരുടെ ചലനങ്ങൾ പരമാവധി പരിമിതപ്പെടുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിക്ക് വേണ്ടിയാണ് എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ പങ്കിട്ടത്. ഇത് +963933385973 ആണ്. ഈ നമ്പർ വാട്സാപ്പ് വഴി ഒരു സ്റ്റേറ്റ്മെന്റിലും ഒരു എമർജൻസി ഇമെയിൽ ഐഡിയും ചേർത്ത് ഉപയോഗിക്കാം. അത് hoc.damascus@mea.gov.in ആണ്. ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ടാൽ 24 മണിക്കൂറും സിറിയയിൽ എന്ത് സംഭവിക്കുന്നുവെന്നും എന്ത് ചെയ്യണമെന്നും നിർദ്ദേശങ്ങൾ ലഭിക്കും. റഷ്യയും ഇറാൻ പിന്തുണയുള്ള ബഷാർ അൽ അസാദ് ഭരണകൂടവും തുർക്കിയുടെ പിന്തുണയുള്ള വിമത ഗ്രൂപ്പുകളാലുമാണ് സിറിയൻ തീവ്രവാദികളെ സംരക്ഷിക്കുന്നത്. ഇസ്രായേലിനെതിരെ നീങ്ങാൻ ഇറാനും റഷ്യയും തീവ്രവാദികൾക്ക് സഹായം നൽകുന്നു. സിറിയ ഒരു രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥയിലാണ്. പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് വിമത സേന കഴിഞ്ഞ ആഴ്ച സിറിയയിലുടനീളം മിന്നൽ ആക്രമണം നടത്തി. ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള വിമതർ സിറിയയിലെ ഹോംസിന്റെ കവാടത്തിലായിരുന്നു എന്ന് ഒരു യുദ്ധ നിരീക്ഷകൻ വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. മറ്റു നിരവധി സിറിയൻ നഗരങ്ങൾ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തു. ഇസ്രായേലിനെ സംബന്ധിച്ച് സിറിയയിൽ താലിബാൻ മോഡൽ ഭരണം വരുന്നത് തകർക്കാൻ വൻ നീക്കങ്ങൾ നടത്തി വരികയാണ്. സിറിയയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ വരുന്നതോടെ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇടത്താവളമായി സിറിയ മാറും. ഇസ്ലാമിസ്റ്റ് വിമതരുടെ ആക്രമണം വളരെ വേഗത്തിലായിരുന്നു. സിറിയയിലെ 2ാമത്തെ നഗരമായ അലപ്പോയും തന്ത്രപ്രധാനമായി സ്ഥിതി ചെയ്യുന്ന ഹമയും ഇതിനകം പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ നിയന്ത്രണത്തിൽ നിന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ പിടിച്ചെടുത്തു. 2011 ആഭ്യന്തര യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇത് സംഭവിക്കുന്നത്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ബഗ്ദാർ അൽ അസദിന്റെ വംശം സിറിയയെ ഭരിക്കുന്നു. എന്നാൽ ആദ്യമായി അത് ഒരു സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വിധേയമാകും എന്നാണ് കരുതേണ്ടത്. വിമതർ ഹോംസ് പിടിച്ചെടുക്കുകയാണ് എങ്കിൽ അത് ബഷർ അസദിന്റെ പ്രധാന കോട്ടയായ
മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് തലസ്ഥാനമായ ഡമാസ്കസിലെ അധികാര കേന്ദ്രം വെട്ടിമാറ്റും. സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്ററിന്റെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഇസ്ലാമിക വിമതർ ഹോംസിന്റെ അരികിൽ നിന്ന് 5 കിലോമീറ്ററിൽ താഴെ മാത്രമായിരുന്നു. ഹയാത്ത് തഹ്രീർ അൽ അഷാം അല്ലെങ്കിൽ HTS വിമത സഖ്യത്തിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം സിറിയയിൽ ഇസ്ലാമിക് ഭരണം സ്ഥാപിക്കുക എന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. ഹമാസും ഹിസ്ബുള്ളയ്ക്കും ശക്തമായ സ്വാധീനമാണ് സിറിയയിൽ. മുമ്പ് കേരളത്തിൽ നിന്നും അനേകം യുവാക്കൾ മതം മാറി ISSനു വേണ്ടി ആടുമെക്കാൻ പോയ രാജ്യം കൂടിയാണ് സിറിയ. അനേകം മലയാളികൾ ഇവിടെ അമേരിക്കൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചു. മാത്രമല്ല കേരളത്തിൽ നിന്നും ലവ് ജിഹാദിനിരയായി IS ക്യാമ്പിലെത്തിയ മലയാളി യുവതികൾ ഏറ്റവും കൂടുതൽ ചേക്കേറിയത് സിറിയയിലാണ്. പിന്നീട് അമേരിക്ക ISനെ സിറിയയിൽ നിന്നും തൂത്തു തുടച്ചു കളഞ്ഞപ്പോൾ ആ ആക്രമണത്തിൽ നിന്നും കേരളത്തിൽ നിന്നും മതം മാറി ആടുമയ്ക്കാൻ പോയ സിറിയയിൽ എല്ലാവരും ഒഴുകിപ്പോവുകയായിരുന്നു. കേരളത്തിൽ നിന്നും പോയ യുവാക്കൾ ഹൂറി ലോകത്തേക്ക് പോയി എന്ന് കരുതാം. എങ്കിൽ സിറിയയിൽ മതം മാറിപ്പോയ മലയാളി യുവതികൾ ഏത് ലോകത്തേക്ക് പോയി എന്ന് പോലും വ്യക്തമല്ല. അത്ര സങ്കീർണമായ ചരിത്രമാണ് സിറിയയ്ക്കും കേരളത്തിനും ഇടയിൽ ഉള്ളത്. ഇതിനിടെ ബാഷർ അൽ അസാദിനെ അട്ടിമറിച്ച് സിറിയയിലെ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിപ്പിക്കുകയാണ് എന്ന് ഇസ്ലാമിക തീവ്ര ഗ്രൂപ്പുകൾ പറഞ്ഞു. താലിബാനിൽ നടന്നതിന് തുല്യമായ അധികാരം പിടിച്ചെടുക്കലാണ്. വിപ്ലവത്തിന്റെ ലക്ഷ്യം ഈ ഭരണകൂടത്തെ അട്ടിമറിക്കലാണ്. ആ ലക്ഷ്യം നേടുന്നതിന് ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണ് എന്നും തീവ്ര ഗ്രൂപ്പുകൾ പറയുന്നു. നവംബർ 27-ന് ആരംഭിച്ച ആക്രമണം നടത്തുന്ന ഇസ്ലാമിസ്റ്റ് വിമത സഖ്യം നയിക്കുന്നത് HTS ആണ്. ഇത് അൽ ഖ്വയ്ദയുടെ സിറിയൻ ശാഖയിൽ നിന്ന് ഉടലെടുത്തതാണ്. ISIS ഭീകരൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുടെ നീലക്കണ്ണുള്ള കുട്ടി എന്നാണ് അബു മുഹമ്മദ് അൽ ജുലാനി അറിയപ്പെടുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ കുപ്രസിദ്ധമായ US തടങ്കൽ കേന്ദ്രത്തിൽ അദ്ദേഹത്തെ പാർപ്പിച്ചു. ഇപ്പോൾ സിറിയയിലെ ശക്തനായ ആളാണ് ഇയാൾ. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണ്ണിലെ കരടാണ്. സിറിയയിൽ നിന്നും തീവ്രവാദ ഗ്രൂപ്പുകൾ നിരവധി ആക്രമണമാണ് ഇതിനകം ഇസ്രയേലിലേക്കും ഉണ്ടാക്കിയത്. രസകരം എന്ന് പറയട്ടെ, ഇസ്രയേലും ലബനീസ് ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന അതേ ദിവസം തന്നെ ഇസ്ലാമിസ്റ്റ് വിമതർ സിറിയയിൽ ആക്രമണം ആരംഭിച്ചു. റഷ്യയും ഇറാനും ചേർന്ന് ബാഷർ അൽ അസാദ് സർക്കാരിന്റെ ഉറച്ച പിന്തുണക്കാരാണ്. സിറിയയുടെ വിധി സന്തുലിതാവസ്ഥയിൽ തൂങ്ങിക്കിടക്കുന്നു. ഇതിനിടെ തുർക്കിയും സിറിയയിലെ തീവ്രവാദികളുടെ ഭരണം പിടിക്കലിന് പിന്തുണ നൽകി. സിറിയയിലെ സ്ഥിതിഗതികളെ കുറിച്ച് അടിയന്തര ചർച്ചയ്ക്കായി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ഈ വാരാന്ത്യത്തിൽ ഖത്തറിൽ തന്റെ റഷ്യൻ ഇറാനിയൻ വിദേശകാര്യമന്ത്രിമാരെ കാണുമെന്ന് വെള്ളിയാഴ്ച അറിയിച്ചു. അതിനിടെ തീവ്രവാദ ഗ്രൂപ്പുകൾ സിറിയൻ ഭരണകൂടത്തിൽ നിന്നുള്ള മോചനത്തിനായുള്ള പോരാട്ടത്തിൽ അവരെ പിന്തുണയ്ക്കാൻ റഷ്യയിലേക്കും ചൈനയിലേക്കും എത്തിയതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതായി അവർ മോസ്കോയെയും ബീജിങ്ങിനെയും അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ, ഇറാഖ്, സിറിയ എന്നിവയുടെ വിദേശകാര്യമന്ത്രിമാരും വെള്ളിയാഴ്ച ബാഗ്ദാദിൽ യോഗം ചേർന്ന് സിറിയയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്തു. ഉക്രൈനിലെ യുദ്ധത്തിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും യൂറോപ്പിനും എതിരായ പിന്തുണ ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ നിന്നുമാണ് കിട്ടുന്നത്. അമേരിക്കയ്ക്കെതിരെ റഷ്യ ഇപ്പോൾ ആശ്രയിക്കുന്നത് തീവ്രവാദ ശക്തികളെയും തീവ്ര നിലപാട് രാജ്യങ്ങളെയുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.